നിങ്ങൾ എത്തുന്ന സമയത്ത് എന്താണ് ശരണ്യ അവിടെ ചെയ്യുന്നത്? ഓർന്നില്ല, ഒരു മരത്തിന്റെ അടിയിൽ ഒച്ചയില്ലാതെ വെറുതെ നിന്നിട്ടുണ്ടായി. വെറുതെ അവിടെ ഇരിക്കുകയാണ്. നിങ്ങളെ കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, ഒരു സന്തോഷമായി, നമുക്ക് സന്തോഷമായി, ഓൾക്ക് ഒരു സന്തോഷമായി. നിങ്ങൾ കണ്ടു കിട്ടിയെന്ന് പിന്നീട് എങ്ങനെയാണ് ഇവരെ അറിയിച്ചത്? ശരണ്യെ കണ്ടു എന്നെങ്ങനെ? കുറെ ഒരു 7 കിലോമീറ്റർ മുകളിലോട്ട് കയറ്റിട്ട് വീട്ടിൽ വന്ന് ഇവിടേക്ക് എത്തി. നിങ്ങൾ കാണുന്ന സമയത്ത് 3 ദിവസം ഒറ്റയ്ക്ക് കാട്ടിന്റെ അകത്ത് പെട്ടുപോയ ഒരു പെൺകുട്ടിയാണ്. അവർക്കൊരു പേടിയുണ്ടായിരുന്നോ കാണുമ്പോ? പേടിയുണ്ടായി. പേടിച്ച് നിൽക്കുകയായിരുന്നോ? ആ, നിങ്ങളെ കണ്ടപ്പോ എന്ത് പറഞ്ഞു? ഞങ്ങൾ കണ്ടിട്ടപ്പോ കുറച്ച് സന്തോഷമായി. പിന്നെ കുറച്ച് തിന്നെല്ലാം കൊടുത്തു. ഞമ്മ ബിസ്ക്കറ്റ് എല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ടായി, എല്ലാം കൊടുത്തു. പിന്നെ അവിടെ നിന്ന് കുറച്ച് മോൾക്ക് കൈ പിടിച്ച് ഞമ്മ മോള് കയറ്റിയത്. ഈ വെള്ള അരുവിന്റെ അടുത്ത്, ചോലേന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു അവര്. ഇരിക്കായിരുന്നു. നിങ്ങളെ ചോലവെള്ളം മാത്രമാണ് അവർ അതുവരെ കുടിച്ചിട്ടുണ്ടാവുക അല്ലേ? അതന്നെ കുടിച്ചത്. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് അവർക്ക് കൊടുക്കുക ചെയ്ത്? കൊടുത്ത പിന്നെ കുറച്ച് നിർത്തിക്കൊണ്ട് വന്നു മോൾക്ക്. എന്ത് പറഞ്ഞു കണ്ടപാടെ? നിങ്ങളെ ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞു. നിങ്ങള് മുകളിലെത്തിയതിനു ശേഷമാണോ ഇവരൊക്കെ വിളിച്ചറിയിച്ചത്? അതന്നെ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ശരണ്യ പറഞ്ഞതിനെ പറ്റി കുറേയധികം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ശരണ്യ പറഞ്ഞ കാര്യം എന്തൊക്കെയോ കള്ളങ്ങളൊക്കെ ഉണ്ട്. മനഃപൂർവ്വം അവിടെ കുടുങ്ങിയ കണക്കാണ്. ഒരാൾക്ക് ഇത്രയും ദിവസം 4 ദിവസത്തോളം കാട്ടിൽ കുടുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പേടിയൊന്നും ഇല്ലാതെ ഇപ്പം വെളിയിൽ വന്ന സമയത്ത് ഭയങ്കര കൂളായിട്ടാണ് തോന്നുന്നത്. ഇതിലൊക്കെ എന്തൊക്കെയോ കള്ളങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കുറേയധികം പേര് ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ട് ഇതുപോലെ ട്രക്കിങ് ചെയ്തു പോകുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഒരു ദിവസം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നിട്ട് ഈ 4 ദിവസം എങ്ങനെയൊക്കെ നിന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ ഒരു ശരണ്യ പറയുന്നത് കുറേയധികം കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ തന്നെ അവർ രക്ഷിച്ചവരൊക്കെ പറയുന്നുണ്ട് ആ ഒരു താഴെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ നടക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. കുറച്ച് നേരം നടക്കും, പിന്നെ ഇരിക്കും, പിന്നെ നടക്കുകയൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ കുടിച്ചാണ് ഇത്രയും ദിവസം ഇരുന്നതെന്നും ഫുഡ് പോലും ഇല്ലായിരുന്നു, ഭയങ്കര ക്ഷീണിച്ചൊക്കെ ആയിരുന്നേ എന്നുള്ളൊരു കാര്യം ഇവർ തന്നെ, ഈ ഒരു രക്ഷിച്ചവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ